ഹലോ. ഹലോ. എന്നെ അറിയോ? പ്രസാദ്. നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ആ, ഓർമ്മയുണ്ട്. വരൂ, ഇരിക്കൂ. അത്ര പ്ലസൻ്റായ ഓർമ്മയാവില്ല. അന്ന് എൻ്റെ റിയാക്ഷൻ മോശമായിരുന്നു അല്ലേ? എൻ്റെ ജീവിതത്തിലെ വല്ലാത്തൊരു പീരീഡായിരുന്നു അത്. ഫുൾ ഓഫ് കൺഫ്യൂഷൻ ആൻഡ് ക്യാസ്. എനിക്ക് ഓർമ്മയുണ്ട്. സുമിത്രയെ ഞാൻ കഥയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൻ്റെ ധാർമ്മിക രോഷം ദിലീപിന്. സ്വന്തം ഭാര്യയുടെ ഭാവി ദിലീപ് നിശ്ചയിക്കുന്നതിലുള്ള ദേഷ്യവും ഈഗോയും എനിക്കും. സത്യം പറയട്ടെ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിലെ വില്ലനായിരുന്നു ദിലീപ്. അന്ന് ഞാൻ ശരിക്കും ഒരു ഭർത്താവായിരുന്നില്ല, ഒരു കുറ്റാന്വേഷകനായിരുന്നു. ഭാര്യയുടെ കുറ്റം കണ്ടെത്താൻ, ഭാര്യയുടെ കാമുകനെ കണ്ടെത്താൻ വിരളി പിടിച്ച് നടന്ന ഒരു പോലീസ് ഓഫീസർ. പാകതയില്ലാത്തൊരു രോഗി, മാനസിക രോഗി. ആദ്യം പ്രേമിലാണ് ആ അന്വേഷണം തുടങ്ങിയത്. ഒടുവിൽ ദിലീപിൽ കേന്ദ്രീകരിച്ചു. പഴയ കഥകൾ, പഴയ ഭ്രാന്തുകൾ ഇപ്പൊ തിരിഞ്ഞു നോക്കി നിന്ന് ഓർക്കാൻ വളരെ രസമാണല്ലേ? വിശേഷിച്ചും മുൻ ഭ്രാന്തന്മാർക്ക്. ഞാൻ ചായ എടുക്കാം. നോ, ചായ വേണ്ട. ഒന്ന് വരണം, ദിലീപിനെ കാണണം, അല്പം സംസാരിക്കണം. ഇത് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇന്നേ സാധിച്ചുള്ളൂ. ദിലീപിനെ അഭിനന്ദിക്കാനാണ് ഞാൻ വന്നത്. ഒരു വസ്തു കൈ കിട്ടിയാൽ അത് മുത്താണോ അതോ കരിക്കട്ടയാണോ എന്ന് തിരിച്ചറിയുന്നവനാ മനുഷ്യൻ. മുത്തിനെയും കരിക്കട്ടയാക്കുന്നതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്ന് മാത്രം വ്യക്തമായി അറിയാം, ഈ രണ്ടാമത്തെ സെക്ഷനിലാണ് ഞാൻ പെടുക. അങ്ങനൊന്നും പറയരുത്. സാഹചര്യങ്ങൾ. ഒരു സാഹചര്യവുമില്ല. ചില ജനസുകൾ അങ്ങനെയാ. പരീക്ഷയുടെ തലേന്ന് മടി പിടിച്ചിരുന്നിട്ട് പരീക്ഷയിൽ തോറ്റെന്നറിയുമ്പോൾ കരയുന്ന കുട്ടികളില്ലേ? അങ്ങനെ ഒരു അലസനും വിവരദോഷിയുമായ കുട്ടിയാണ് ദിലീപിന് മുമ്പിലിരിക്കുന്നത്. അവൻ പരീക്ഷ തോറ്റുപോയി. 0 മാർക്ക്. നന്നായി ഗൃഹപാഠം ചെയ്ത വിദ്യാർത്ഥിയാണ് ദിലീപ്. അധ്യാപകരെയും സഹപാഠികളെയെല്ലാം ഹൃദയം തുറന്ന് സ്നേഹിച്ചു. അന്നന്ന് പഠിക്കേണ്ടത് അന്നന്ന് തന്നെ പഠിച്ചു. പരീക്ഷയിൽ ഉയർന്ന മാർക്കോടെ പാസ്സായി. അഭിനന്ദിക്കാൻ പോലും അർഹതയില്ലാത്തവനാണ് ഞാൻ. പക്ഷേ എനിക്ക് നിരാശയില്ല ദിലീപ്. സുമിത്ര ഞാൻ കണ്ടില്ല. പകരം ഒരു കുറ്റവാളിയാണ് കണ്ടത്. തിരക്കിട്ട കേസന്വേഷണത്തിലായിരുന്നു ഞാൻ. എന്നിട്ടോ ആ കേസ് പൊളിഞ്ഞുപോയി. ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ദയനീയം. വളരെ മുമ്പ് തന്നെ സുമിത്ര ദിലീപിന് ഇഷ്ടമായിരുന്നല്ലേ? അതെ. പക്ഷേ
ഒരിക്കലും ഞാനത് സുമിത്രയെ അറിയിച്ചിട്ടില്ല. ശങ്കർജി സാറിനെയും അറിയിച്ചിട്ടില്ല. അറിയിക്കാൻ ഒരുങ്ങി വന്നപ്പോഴേക്കും കുറ്റാന്വേഷകൻ അവളെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നുല്ലേ? അവിടെ തുടങ്ങി സുമിത്രയുടെ കഷ്ടകാലം. പക്ഷേ ഒരിക്കലും വിവാഹശേഷം ഞാൻ പഴയ മോഹവുമായി പ്രസാദ് അന്ന് സംശയിച്ചിരുന്ന പോലെ നിങ്ങളുടെ ദാമ്പത്യം തകർക്കാൻ ശ്രമിച്ചിട്ടില്ല. സുമിത്രയും ഒരിക്കലും പ്രസാദിനെ ചതിച്ചിട്ടില്ല. അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഇനി അതൊക്കെ പഴങ്കഥയാണ് ദിലീപ്. ഞാൻ ഇറങ്ങട്ടെ. ചായ വേണ്ട, പുതിയ കഥയിൽ നായകനെ കാണാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ വിവാഹ ജീവിതം സുന്ദരമായിരിക്കും. എൻ്റെ ആശംസകൾ. വരട്ടെ. ബെസ്റ്റ് വിഷസ്. ആരാടാ വന്നത്? അത് എൻ്റെ ഒരു ഫ്രണ്ട്. വെറുതെ വന്നതാ? വെറുതെ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രേം, സ്വപ്നത്തിൽ പോലും. വല്ലാത്തൊരു കൂടിക്കാഴ്ചയായിരുന്നു. ആരുടെ കാര്യം താനീ പറയുന്നത്? പ്രസാദ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്തിന്? ഞാൻ ആകെ അപ്സെറ്റായിപ്പോയി. ഒരുപാട് ചോദ്യങ്ങൾ ഒരൊറ്റ നിമിഷത്തിനുള്ളിൽ തലച്ചോറിൽ മിന്നി. ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് മുന്നറിയിപ്പ് തരാനാണോ, അതോ സുമിത്രയെ തിരിച്ചറിയണമെന്ന് അപേക്ഷിക്കാനാണോ? ഹോ, അത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു പ്രേം. എന്നിട്ട് നീ ഈ സസ്പെൻസ് ഒന്ന് പൊളിക്ക് ദിലീപേ. ഒന്നും സംഭവിച്ചില്ല. എതിർക്കാനോ അപേക്ഷിക്കാനോ ഒന്നുമല്ല. മംഗളാശംസ നേരാനാണ് പ്രസാദ് വന്നത്. തെറ്റ് ചെയ്തവൻ കുമ്പസരിക്കുന്നത് പോലെ എല്ലാം ഏറ്റുപറഞ്ഞു. നിരാശനല്ലെന്ന് ഭാവിച്ചെങ്കിലും ഡിപ്രസ്ഡ് ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖം പ്രസന്നമാക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ വിങ്ങുന്നുണ്ടായിരുന്നു. ഒരു പക്ക സെന്റിമെന്റൽ പെർഫോമൻസ് നടത്തിയിട്ട് പോയെന്നർത്ഥം. എന്താ അത് കണ്ട് അനുകമ്പ തോന്നി ഈ ആലോചനയിൽ നിന്ന് പിന്മാറാൻ വല്ല പരിപാടിയുണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ധാരണ പലപ്പോഴും സത്യമല്ലെന്നാണ്. എൻ്റെ മനസ്സിലെ പ്രസാദിൻ്റെ ചിത്രം ഇതായിരുന്നില്ല. ചിത്രം ഇപ്പം മാറിയതാണ്. അതിന് പക്ഷെ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. സ്വന്തം ജോലി, സുമിത്രയുടെ ദാമ്പത്യം, പിന്നെ മാനസിക രോഗാശുപത്രിയിലെ ചികിത്സ. എന്നിട്ടിപ്പോ കുമ്പസാരിച്ചിട്ടും മംഗളാശംസ നേർന്നിട്ടും ആർക്കെന്ത് പ്രയോജനം? ഗ്ലാസ് എറിഞ്ഞുടച്ചിട്ട് മാറിയെന്ന് കരഞ്ഞാ മതിയോ? എനിക്ക് അയാളോട് യാതൊരു സിമ്പതി ഇല്ല ദിലീപ്. മറ്റുള്ളവരുടെ ജീവിതം കൊണ്ട് അയാൾ കളിച്ചത്. ഞാനതൊന്നും മറന്നിട്ടില്ല. അക്കൂട്ടത്തിൽ അയാൾക്കും ചെറിയ നഷ്ടങ്ങളുണ്ടായി. അതിലൊരു അത്ഭുതമില്ല. പുരയ്ക്ക് തീ വയ്ക്കുന്നവന്റെ ദേഹവും കുറച്ചൊക്കെ പൊള്ളും. പക്ഷേ അയാൾ ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട് പ്രേം. പശ്ചാത്തപിച്ചോട്ടെ. കൊലപാതകം ചെയ്ത് ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നവനും ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ടാവും. എന്താ ഗുണം? ദേ നോക്ക് ദിലീപ്, അയാൾ വന്നു പോയി, അതോടെ ആ കാര്യം തീർന്നു. ഇനി അയാളെക്കുറിച്ചും അയാളുടെ പശ്ചാത്താപത്തെക്കുറിച്ചും ഓർത്ത്
വെറുതെ സമയം കളയണ്ട. ഞാൻ പോട്ടെ. എന്താ രമേശേട്ടൊന്നും പറയാത്ത? എത്ര നാളായി വീടും പൂട്ടിയിട്ട് ഞങ്ങളിവിടെ ഒന്ന് കഴിയുന്നു. ഇനി എത്ര നാളായി ഇങ്ങനെ? അതുകൊണ്ട് അമ്മയും കൂട്ടി ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയാൽ മതിയാവും. രമേശേട്ടൻ തടയരുത്. പൊയ്ക്കോളൂ, ഞാൻ തടയുന്നില്ല. പക്ഷെ തൽക്കാലം പോകണ്ടെന്നേ പറഞ്ഞുള്ളൂ. അവിടെ നിങ്ങൾക്കൊരു സഹായത്തിന് ആരുണ്ട്? അമ്മയ്ക്ക് പഴയ മാതിരി എല്ലാം തനിച്ച് നടത്തിക്കൊണ്ടുപോകാനുള്ള ആരോഗ്യമൊന്നുമില്ല. മനസ്സ് മാത്രം പോരല്ലോ, ജോലി ചെയ്യാനുള്ള ആരോഗ്യം വേണ്ടേ? അതൊന്നും സാരമില്ല രമേശ. കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അങ്ങ് നടന്നു പോകും. ഇങ്ങനെ ചിന്തിക്കാൻ തക്ക എന്തെങ്കിലും ഇപ്പൊ ഉണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിലൊന്നുമില്ല. ഇനി ഞാൻ അറിയാതെ എന്തെങ്കിലും? ഇല്ല രമേശ, ഒന്നുമില്ല. എങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം. ഒറ്റയ്ക്ക് മാറി താമസിക്കാവുന്ന ഒരു കാലാവസ്ഥയിലല്ല ഇപ്പൊ നമ്മുടെ കുടുംബം. എല്ലാവരും ഒന്നിച്ചുണ്ടാവണം, നമ്മളെല്ലാവരും. ശരിയാ. പക്ഷേ എത്ര നാളാ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്? ആർക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതല്ല മോളെ, പ്രസാദ് പറയുന്നതിലും കാര്യമുണ്ട്. നിന്നെക്കുറിച്ചും നിന്റെ കുട്ടികളെക്കുറിച്ചും ഞങ്ങൾ ഓർക്കണം. ഓർത്തേ മതിയാവൂ. സ്നേഹവും കടമകളും പരിധി വിട്ടു പോയാൽ അതിന് ചൂഷണത്തിന് നിറം വരും. അത് പാടില്ല രമേശേട്ടാ. എത്രയോ നാൾ ഇവിടെ നമ്മൾ ഒന്നിച്ച് താമസിച്ചു. ഒരു കൊച്ചു കുടുംബത്തിൻ്റെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളും സൗകര്യങ്ങളും നിങ്ങൾ രണ്ടാളും ഇക്കാലം അത്രയും എനിക്ക് വേണ്ടി ഒഴിവാക്കിയില്ലേ? മറന്നില്ലേ? ഇനി അത് പാടില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്നോട് ഞാൻ ഇനി എന്താ പറയേണ്ടത്? എങ്ങനെയാ പറയേണ്ടത്? ഇക്കാര്യമാണെങ്കിൽ ഇനി എങ്ങനെ പറഞ്ഞിട്ട് വിശേഷമില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം. ആ വലിയ വീട്ടില് തനിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് സമയമുണ്ട്. മനസ്സിലേക്ക് ഒരുപാട് ആലോചനകൾ കയറിക്കൂടാൻ സാധ്യതയുണ്ട്. അത്തരം അനാവശ്യ ചിന്തകളൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ചും നഷ്ടങ്ങളെ പറ്റിയുള്ള ചിന്തകൾ. ഇല്ല രമേശേട്ടാ, ആ നഷ്ടങ്ങളെ നോക്കി നിസ്സംഗനായി നിൽക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. വരാനുള്ളത് വരുമെന്നും പോകാനുള്ളത് പോകുമെന്നും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഏതെങ്കിലും നല്ല കമ്പനിയിലൊരു പുതിയ ജോലി, ശാന്തമായൊരു ജീവിതം, അത് മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ രമേശേട്ടാ. സത്യം.